വയനാട് ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലേക്കെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇനിയും കണ്ടെത്താനുള്ളത് 206 പേരെയാണ്. ടൗൺഷിപ്പ് നിർമ്മിച്ച് പുനരധിവാസം നടത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൈകാര്യം ചെയ്യാൻ ധനസെക്രട്ടറിയുടെ കീഴിൽ പ്രത്യേക ഉദ്യോഗസ്ഥ സംവിധാനം ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ CMDRFിലേക്ക് സംഭാവന ചെയ്യാനായി ക്രമീകരിച്ചിരുന്ന ഒരു QR കോഡ് സ്കാനർ ഉണ്ടായിരുന്നു, QR കോഡ് ഉണ്ടായിരുന്നു. അത് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് തീരുമാനം. ഇനിയിപ്പോൾ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ സംഭാവനകൾ നൽകേണ്ടത്, അല്ലെങ്കിൽ UPI ID ഉപയോഗിച്ചും സംഭാവന നൽകാനായി സാധിക്കും. എന്തായാലും അതിന്റെ വിശദ വിവരങ്ങൾ നോക്കാം. നൃപൻ ചക്രവർത്തി. അസിത, വയനാട് ദുരന്തത്തിൽ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് വിവിധ സേനകളുടെ നേതൃത്വത്തിലും പ്രത്യേകിച്ച് തദ്ദേശീയരുടെ നേതൃത്വത്തിലും അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് സംബന്ധിച്ച ക്രമീകരണങ്ങളെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കി. ഇനി 206 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. അത് സംബന്ധിച്ച തിരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. അതിന് ആധുനിക സംവിധാനങ്ങളുള്ള തിരച്ചിൽ യന്ത്രങ്ങൾ കൂടി എത്തിക്കുമെന്നും ഇന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇനിയും കണ്ടെത്താൻ 206 പേരുണ്ട്. 93 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 10,042 പേർ താമസിക്കും. കേരള ജനതയൊന്നാകെ വയനാടിനെ കൈപിടിച്ചുയർത്താനായി ഒരുമിച്ച് നിൽക്കുകയാണ്. മനുഷ്യരാണ് നാം ഏവരും എന്ന സാഹോദര്യത്തിൻ്റെയും മാനവികതയുടെയും പതറാത്ത ബോധ്യമാണ് ഇന്ന് കേരളത്തിൽ മുഴങ്ങുന്നത്. അതോടൊപ്പം ഈ തിരച്ചിലിനൊപ്പം അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ പുനരധിവാസ പദ്ധതികളെ സംബന്ധിച്ച്. അവിടെ ഇനി വാസയോഗ്യമായ വീടുകൾ അവിടെ തന്നെ പണിയുക ശാസ്ത്രീയമായി ശരിയാകുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ പ്രത്യേക ടൗൺഷിപ്പ് സ്ഥാപിക്കുന്നതിനുള്ള നടപടിയാണ് സർക്കാർ കൂടിയാലോചന നടത്തുന്നത്. ഒപ്പം തന്നെ അവിടുത്തെ സ്കൂൾ പൂർണ്ണമായി അവിടുത്തെ വിദ്യാർത്ഥികൾ പലരും കാണാതായിട്ടുണ്ട്, മരണം സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് അവിടെ വിദ്യാർത്ഥികളുടെ പഠിപ്പ് മുടങ്ങുന്ന അവസ്ഥയുണ്ട്. അത് സംബന്ധിച്ച ക്രമീകരണങ്ങൾ സർക്കാർ വരുത്തിയിട്ടുണ്ട്. മന്ത്രി വി ശിവൻകുട്ടി അവിടെ നേരിട്ട് സംഭവ സ്ഥലത്തെത്തി ഇതിനുള്ള ക്രമീകരണങ്ങൾ വരുത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒരു വലിയ ജനവാസ മേഖലയാണ് മറഞ്ഞുപോയത്. അതിനു പകരം കൂടുതൽ സുരക്ഷിതമായ മറ്റൊരു പ്രദേശം കണ്ടെത്തി അവിടെ ഒരു ടൗൺഷിപ്പ് തന്നെ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. വെള്ളാർമല സ്കൂളിൻ്റെ അവസ്ഥ നാം എല്ലാം കണ്ടതാണ്. ആ വിദ്യാലയത്തിൽ കഴിഞ്ഞ ദിവസം വരെ പഠിച്ച അനേകം വിദ്യാർത്ഥികളെ ദുരന്തം കൊണ്ടുപോയി. അവിടെ പഠനം മുടങ്ങിയിരുന്നു. ഈ പ്രതിസന്ധി കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് മുടക്കം വരാൻ പാടില്ല. ആവശ്യമായ സംവിധാനങ്ങൾ ഉടനടി ഏർപ്പെടുത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് നേതൃത്വം നൽകാൻ വിദ്യാഭ്യാസ മന്ത്രി വയനാട്ടിലെത്തും. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ചാണ്. അത് സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പിന്തുണയാണ് സമൂഹത്തിലെ വിവിധ ഭാഗങ്ങളിൽ ലഭിക്കുന്നത്. പക്ഷേ ഒറ്റപ്പെട്ട ചില തരത്തിലുള്ള ഇത് ദുരുപയോഗം ചെയ്യാനുള്ള ശ്രമങ്ങളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. QR കോഡ് മറ്റു തരത്തിൽ മാറ്റി ഇങ്ങനെ ഇത് ചൂഷണം ചെയ്യാനുള്ള ശ്രമം നടത്തുന്നതായി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ട് QR കോഡ് സർക്കാർ ഒഴിവാക്കുകയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇനി UPI സംവിധാനത്തിലൂടെയും അക്കൗണ്ട് വഴിയും ആളുകൾക്ക് പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് നൽകാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരിതാശ്വാസ നിധിയുടെ പോർട്ടലിലും സോഷ്യൽ മീഡിയ വഴിയും വിവിധ അക്കൗണ്ടുകളുടെ UPI QR കോഡ് നൽകിയിരുന്നു. ഇത് ദുരുപയോഗപ്പെടാനുള്ള സാധ്യത ശ്രദ്ധയിൽപ്പെട്ടു. അതിനെ തുടർന്ന് QR കോഡ് സംവിധാനം പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പകരം പോർട്ടലിൽ നൽകിയിട്ടുള്ള UPI ID വഴി ഗൂഗിൾ പേയിലൂടെ സംഭാവന നൽകാനാകും. ഗവൺമെൻറ് ഓഫ് കേരള എന്നുള്ള ആ ഒരു ഭാഗത്ത് കേരള ഗവൺമെൻറ് എന്ന് വെച്ചുകൊണ്ട് ചെയ്താൽ നമ്മൾ എവിടത്തേക്കാണോ പോകേണ്ടത് അതിന് പകരം വേറൊരു സ്ഥലത്തേക്ക് ഈ പണം പോകുന്ന നില വരുമല്ലോ. അപ്പോൾ തട്ടിപ്പ് ഒഴിവാക്കാൻ അത് ഉപയോഗിക്കാതിരിക്കൽ മാത്രമേ ഇപ്പോൾ മാർഗമുള്ളൂ. ഇത് വ്യാപകമായിട്ട് വരുമ്പോൾ ചിലരത് ദുരുപയോഗിച്ചേക്കാമെന്നൊരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ ചില ശ്രമങ്ങളുണ്ടായതായും ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ടാണ് അതിപ്പോൾ ഉപയോഗിക്കേണ്ട എന്ന് കണ്ടിട്ടുള്ളത്.
തിരച്ചിലിനൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരം ദുരന്തങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്ന കാര്യമാണ്. അത് സംബന്ധിച്ച് വലിയ പരിശോധന നടത്തണമെന്ന് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അറിയിപ്പുകൾ, തീവ്ര മഴ സംബന്ധിച്ച അറിയിപ്പുകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഏജൻസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് കാലോചിതമായ പലതരത്തിലുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന് പറഞ്ഞു. അതിതീവ്ര ദുരന്തമായി ഇതിനെ കണക്കാക്കണം. അതിനുവേണ്ടിയിട്ടുള്ള നടപടികൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് നിരന്തര സമ്പർക്കം സംസ്ഥാന സർക്കാർ പുലർത്തുന്നുണ്ട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. കേരളം ഒറ്റക്കെട്ടായാണ് ഈ ദുരന്തമുഖത്ത് ഒന്നിച്ചു നിൽക്കുന്നത്. കേരളത്തിനകത്തും പുറത്തും നിന്നുള്ള മലയാളികളുടെ വലിയ പിന്തുണയാണ് ഇക്കാര്യത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തിരച്ചിൽ നടപടികളും ഒപ്പം തന്നെ ഇത് പുനരുദ്ധാരണ നടപടികളും ഈ പറഞ്ഞ ദുരന്തത്തിൽ നിന്ന് കേരളം അതിജീവിക്കാനുള്ള നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകും എന്ന ഉറപ്പാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളായി സൂചിപ്പിച്ചിട്ടുള്ളത്. അസിത. നിർപ്പൻ ചക്രവർത്തി വിവരങ്ങൾ നൽകിയത്.